അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കട്ട്ലേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് പൊട്ടാതെ വരാനുള്ള ടിപ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം ബോൺലെസ് ചിക്കൻ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പും കൂടിയിട്ട് ഒന്ന് വിസിലടിച്ചതിന് ശേഷം ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് മെയിൻ പോയിന്റ്. നമ്മുടെ പൊട്ടാറ്റോ ഒരൊറ്റ വിസിൽ മാത്രമേ വിടാൻ പാടുള്ളൂ. പൊട്ടാറ്റോ ഓവർ കുക്ക് ആവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് കുറവാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്നത് വரைക്കും നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ബേക്കറി സ്റ്റൈൽ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് നോക്കണേ. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയതിന് ശേഷം എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സവോള ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പിങ്കിഷ് കളർ ആവുന്നവരെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ലാവേ. അപ്പോൾ ഉള്ളി നന്നായി ഒന്ന് കുക്കായതിന് ശേഷം മാത്രം നമുക്കിവിടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ടാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് കേട്ടോ നമ്മുടെ ബേക്കറി സ്റ്റൈലിൽ വരുന്നതിൻ്റെ ഒരു ടേസ്റ്റിനുള്ള പ്രത്യേകത. അപ്പോൾ എന്തായാലും ഉള്ളിയുടെ കളർ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ സ്റ്റേജിൽ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മട്ടൻ മസാല പൊടിയാണ് കേട്ടോ. മീറ്റ് മസാല, മട്ടനോ ചിക്കനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണേ. ഉപ്പും എരിവും പെർഫെക്റ്റ് ആയാൽ കട്ട്ലേറ്റ് ടേസ്റ്റ് നോർമലി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആ കെച്ചപ്പിൻ്റെ ഒരു സ്മെല്ലൊന്ന് പോകുന്നവരേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയും ചിക്കനും കൂടി നന്നായി മിക്സ് ആകുന്നവരേക്കും നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഓൾറെഡി പൊട്ടാറ്റോ നന്നായി കുക്കായതാണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ആ സ്റ്റവ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പൊട്ടാറ്റോ വീണ്ടും ഓവർ കുക്ക് ആവാതിരിക്കാനാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓവർ കുക്കായ എന്തായാലും കട്ട്ലേറ്റ് പൊട്ടിപ്പോവും, എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കുക്കിംഗ് ടൈം മറക്കരുത് കേട്ടോ. ഒരൊറ്റ വിസിൽ മാത്രം വിട്ടാൽ മതിയേ. അപ്പോൾ നന്നായി മസാലയും ഉരുളക്കിഴങ്ങും കൂടി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഉരുണ്ട പിടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവേ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഉരുണ്ട പിടിച്ചതിന് ശേഷം ഞാനിവിടെ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് ഇവിടെ റസ്ക് ഉണ്ടല്ലോ, റസ്ക് ആണ് കേട്ടോ പൗഡറായിട്ട് എടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ഒരു എരിവും കൂടി മിക്സായി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു ടൈം മാത്രമാണ് കേട്ടോ എഗ്ഗിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതന്നെ ധാരാളമാണ്, പൊട്ടില്ല കേട്ടോ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഒരു കയ്യിൽ മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ മുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ അത് ഭയങ്കര കട്ടയായി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും കട്ട്ലേറ്റ് ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ്, നമ്മൾ ഒരു തവണ മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ, എന്നാൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയെന്ന് കണ്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കണ്ടില്ലേ എത്ര ക്രിസ്പി ആയിട്ടാണ്, സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിലും ക്യാപ്സിക്കം വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്